കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ് കേട്ടോ. പിന്നെ മാങ്ങ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ, ഒരുപാട് പണിയൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇവിടെ മാങ്ങയുണ്ട്, മാങ്ങ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, തോട്ടിയും കാര്യമൊന്നുമില്ല. അപ്പോൾ ദേവിട്ട മാങ്ങ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാങ്ങ കുറേ ഉണ്ടായിരുന്നു, എല്ലാം പഴുത്തിട്ട് പോയി. അപ്പോൾ കുറച്ച് പിന്നെ മാങ്ങ ഇപ്പോൾ ബാക്കിയുണ്ട്, അതിൽ നോക്കിയിട്ട് പറിക്കാൻ മതി. ഓക്കെ, നമുക്ക് ദേവിട്ട മാങ്ങ പറിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തോട്ടിയൊന്നുമില്ല, ഇവൻ പൈപ്പ് വെച്ചിട്ട് പറിച്ചതാന്നാ പറയുന്നത്. ഇതാണായത്. നമുക്കിത് പറിക്കാം. പറിക്കത്ത് അല്ലേ, കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് മതി, കുറച്ച് മതി. ഇവിടെ ഒരു തോട്ടി ഉണ്ടായിന്, അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ അങ്ങാടിയിൽ ഇവിടെ കൊണ്ടുപോയിട്ട് വളർത്തുന്നത് അത് പൊട്ടിപ്പോയി എന്നായിട്ടും പറയുന്നുണ്ടായി. മതി 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 മതിടാ. മതി മതി മതി, അത്രേ ഉണ്ടോ? പറക്ക്. മതിടാ, മതി. ഞാനൊരു തട്ടിക്കൂട്ടച്ചാറാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഒരുപാടൊന്നും നിൽക്കാൻ അങ്ങനെ വേണ്ട, കുറച്ച് മതി, കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അതും ഒരുപാട് മെനക്കേടില്ലാത്തൊരച്ചാറ്. തട്ടിക്കൂട്ടച്ചാറാണ്. വറുത്തിയും വേണ്ട, പൊടിക്കുകയും വേണ്ട, പെട്ടെന്നൊരച്ചാറ്. മതിടാ. ഇതൊന്നും എടുക്കാം. കിട്ടി. മാർപ്പിന്റെ മീൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അപ്പുറത്ത് ഒരു മരമുണ്ട്, അതിലും പഴുത്തിട്ട് മാങ്ങ. നമുക്ക് ആടുന്ന് പറിച്ചിട്ട് വരാം. എവിടുന്ന് ബാണ്ടടാ, മതിടാ. വാർപ്പിന്റെ മീൻ താഴെ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാത്തോണ്ട് പറിക്കാൻ പറ്റുന്നില്ല നമുക്ക്. പഴുത്തതാ ഇല്ലപ്പ. അങ്ങനെ ആദ്യം ചെരിഞ്ഞു, ബക്കറ്റിലെല്ലാം പറക്കിയെടുത്തിട്ട് ആടെ കൊണ്ടിട്ട് ചെരിഞ്ഞ്. ഇല്ല, അത് മുറിക്കുമ്പോ തിരി നമുക്ക്. അങ്ങനെ പഴുത്തൊന്നുമില്ല. അതിലും ഇല്ലടാ, ഒന്നോ രണ്ടാറ്റേ പഴുത്തതിലും. കാട്ടാലടിക്ക്. ഇനി മാങ്ങയെല്ലാം
മുറിച്ചെടുക്കട്ടെ കേട്ടാ. നമുക്ക് അടിക്കാം. ഒരു തോട്ടി കാര്യമായിട്ട് കൊടുക്കണം അല്ലേ? ഫുൾ ഇലക്കാട്ടാണ്. അത് കോരി എടുക്കുന്നുണ്ട്. അപ്പം മാങ്ങയെല്ലാം മുറിച്ചിട്ട് അതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇരുന്നിട്ട് മുറിക്കുന്നത് പിന്നെ എടുക്കാൻ പറ്റിയില്ല. എല്ലാം മുറിച്ച് ഉപ്പിട്ട് പെരക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കയ്യെല്ലാം മുറിഞ്ഞു. മുറിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യെല്ലാം മുറിഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ മുറിക്കുന്നത് എടുക്കാൻ നിന്നിട്ട ഉപ്പിട്ട് പെരക്കിയിട്ടും വെച്ചു. അപ്പം ഇനി നമുക്ക് എന്താക്കാം, പെട്ടെന്ന് എളുപ്പ പണിയായിട്ടോ, ഒരു പണിയില്ല, പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഇത് എന്ന് വെച്ചാൽ എന്നെ പോലെ അച്ചാർ നല്ല ടേസ്റ്റും വേണം, പക്ഷെ മേലനങ്ങാതെ ചെയ്യും വേണം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഇത്. ഒരു പണിയില്ല. കുറച്ച് എന്നെ പോലെയല്ല മടിച്ച് വെക്കല്ല. ഞാൻ സാധാരണ അച്ചാർ അമ്മയാന്ന് എനിക്ക് ഉണ്ടാക്കിയിട്ട് തരല്. പിന്നെ അതുകൊണ്ട് അച്ചാറിടുന്നതെല്ലാം ഞാൻ കുറച്ച് വേക്കന്നെയാണ്, മടിയാണ്. അപ്പം ഇതിപ്പോൾ എന്നെ പോലെയല്ല മടിച്ചൊക്കെ പെട്ടെന്ന് എളുപ്പമായി. മാങ്ങ ഇങ്ങനെ ഇവിടെ വീട്ടിൻ്റെ വാതിക്ക് മാങ്ങ ഉണ്ടായിട്ട് അച്ചാറാക്കി മോശമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇടയിൽ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നാടനല്ല കേട്ടോ, കാശ്മീരിയാണ്. എരിവൊന്നും ഉണ്ടാവില്ല. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കടുക് കുറച്ച് മതി കേട്ടോ, ചതച്ചെടുത്തതാണ് കേട്ടത്. പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. എനിക്കിപ്പോൾ കൈവച്ച് മിക്സ് ചെയ്യാൻ പറ്റൂല, കൈ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഭരണിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, എളുപ്പമല്ലേ?
എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാരും അച്ചാർ കണ്ടു വിചാരിക്കുന്നു. നല്ല അടിപൊളിയുണ്ട്, ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടാ. അത് ആക്കിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ആക്കിയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം എടുക്കണ്ടു കേട്ടാ. അതിലെല്ലാം അത് ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിച്ചിട്ട് വരട്ടെ. അതുവരെ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് എടുത്താൽ മതി കേട്ടാ. അടിപൊളിയായിരിക്കും. കുറച്ച് നിൽക്കും കേട്ടോ. അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം, കുറച്ച് കാലം നിൽക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടാ. വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.